വീട്ടിൽ നൈസായിട്ട് വയനാട് പോവുകയാണെന്നുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഈ ബാഗിലേക്കും ബോക്സിലേക്കും ആക്കി പാക്ക് ചെയ്ത് റൈഡിംഗ് ഗേഴ്സും കയറി ചെയ്ത് വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. ആദ്യം ബൈക്കിൻ്റെ മുകളിലേക്ക് ടോപ്പ് ബോക്സ് കയറ്റിയത് JB റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ടോപ്പ് ബോക്സ് ആണ്. പിന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ടാങ്ക് ബാഗും വെച്ചു. ഇത് ഒക്കാമി വൂൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ടാങ്ക് ബാഗാണ്. പിന്നെ ഒരു ടെയിൽ ബാഗ് കൂടി ഉണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. റൈനോക്സ് എന്ന ബ്രാൻഡിൻ്റെ ടെയിൽ ബാഗാണ്. എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ ഹൈവേയിലേക്ക് ഇറങ്ങി വണ്ടീനെ കുറച്ച് വീഡിയോസും എടുത്ത് വെച്ചു. മാഹിയിലെത്തിയതിനു ശേഷം ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞ ശേഷം ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായയും പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു. നല്ല ചൂടും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. നേരെ വണ്ടി ഈ ഒരു സൈഡിലേക്ക് കയറ്റിയിട്ടിട്ട് റെയിൻകോട്ട് എടുത്തിട്ടു. ബോർഡർ ക്രോസ് ചെയ്ത് കർണാടകയിലെത്തി. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴം കണ്ടു. കുറച്ചെണ്ണം വാങ്ങിയിട്ട് ഒന്നും കഴിച്ചു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ KFC കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് കയറി. മെയിനായിട്ട് ഫുഡ് കഴിക്കാനല്ല, നല്ല വൃത്തിയുള്ള ബാത്റൂം ഉണ്ടാവും. ഫോൺ ഇവിടുന്ന് ചാർജ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ചെറിയൊരു മീൽ ഓർഡർ ചെയ്ത് കഴിച്ചു. ഫോൺ ചാർജ് ആവുന്നവരെ റെസ്റ്റും എടുത്തു. വീണ്ടും റൈഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്രാവശ്യം ആദ്യമേ റെയിൻകോട്ട് എടുത്തിട്ടു. ഈവനിങ് ആയ സമയത്ത് ഒരു ടീ ബ്രേക്ക് എടുത്തു. വണ്ടിക്ക് ചെയിൻ ലൂബും ഇട്ടു. റെയിൻകോട്ട് ഇട്ട് റൈഡ് ചെയ്യുമ്പോൾ ഒടുക്കത്തെ വെയിൽ. അങ്ങനെ റെയിൻകോട്ട് അയച്ചു വെച്ച് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. റെയിൻകോട്ട് അയച്ചു വെച്ച് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഒടുക്കത്തെ മഴയും പെയ്യാൻ തുടങ്ങി. നേരെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് റെയിൻകോട്ട് ഇടാന്ന് വിചാരിച്ചു. ഫുള്ളി ലോഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് കയറുന്നതും ഇറങ്ങുന്നതും ബുദ്ധിമുട്ടായിരുന്നു. റൈഡിങ് കേസിന് മുകളിൽ കൂടെ റെയിൻകോട്ട് ഇടാനും ബുദ്ധിമുട്ടാണ്. ഇത് ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മഴയും പോയി. അങ്ങനെ മഴയും വെയിലും ഒക്കെ മാറി മാറി വന്നു പോയി. പിന്നെ അടിപൊളി ഹൈവേ കിട്ടിയ സമയത്ത് ഈ വ്യൂവും കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് അങ്ങോട്ട് വണ്ടി ഓടിച്ചു. ഇരുടാവാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് വണ്ടി സൈഡാക്കി ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം കർണാടക മഹാരാഷ്ട്ര ബോർഡർ എത്താനായി. വെൽക്കം ടു ഡേ 1 ഓഫ് സോളോ റൈഡിംഗ്. എവിടേക്കാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യും.